Hello dears, how are you all? Welcome back to SS online class. Today we are going to study the last chapter in our EVS textbook. Chapter 18, No Place for Us. ഞങ്ങൾക്കവിടെ സ്ഥലം ഇല്ല. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെ 22nd ചാപ്റ്റർ നമുക്ക് എക്സാമിന് ഇല്ല, അതുകൊണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. 18th ചാപ്റ്റർ നോ പ്ലേസ് ഫോർ അസ്. ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ജത്രബായി ആണ് ഫസ്റ്റ് തന്നെ ടോപ്പിക്ക് പറയുന്നത്. ജത്രബായി വാസ് സിറ്റിംഗ് അറ്റ് ദ ഡോർ വിത്ത് ഹിസ് ഡോട്ടർ ജിംലി. ജത്രബായി എന്താണ്, അദ്ദേഹത്തിൻ്റെ ഡോട്ടർ മകൾ ജിംലിക്കൊപ്പം വാതിക്കൽ ഇരിക്കുകയായിരുന്നു ജത്രബായി. ദേ വർ വെയിറ്റിംഗ് ഫോർ സിദ്ധ്യ. അവർ സിദ്ധ്യയെ കാത്തിരിക്കുകയാണ്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് നൈറ്റ് ബട്ട് സിദ്ധ്യ ഹാഡ് നോട്ട് കം ഹോം. ഏകദേശം രാത്രി ആയെങ്കിലും സിദ്ധ്യ വീട്ടിൽ എത്തിയിട്ടില്ലായിരുന്നു. 2 years back, Jatra's family came to Mumbai from Sinduri village. 2 വർഷം മുമ്പ് ജത്രയുടെ ഫാമിലി സിന്ദുരി ഗ്രാമത്തിൽ നിന്ന് മുംബൈയിൽ എത്തിയതാണ്. ഹെയർ ദേ ഓൺലി നോ ദ ഫാമിലി ഓഫ് എ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്. ഇവിടെ വളരെ ദൂരത്തുള്ള ഒരു ഫാമിലിയെ മാത്രമേ മുംബൈയിൽ അവർക്ക് അറിയുള്ളൂ. കാരണം അവർ 2 years മുമ്പ് സിന്ദുരി വില്ലേജിൽ നിന്ന് വന്നതാണ് മുംബൈയിലേക്ക്. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ആരെയും അവർക്കവിടെ അറിയില്ല. വിത്ത് ദെയർ ഹെൽപ്പ് ജത്രബായി ബിഗാൻ ടു റിപ്പയർ ടോൺ ഫിഷിംഗ് നെറ്റ്സ്. അവരുടെ സഹായത്തോടെ, ഈ ഡിസ്റ്റൻറ്റിലുള്ള ഒരു ഫാമിലി റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അവരുടെ സഹായത്തോടെ ജത്രബായി ഈ കീറിയ നമ്മൾ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വലകൾ നന്നാക്കാൻ തുടങ്ങി. കാരണം അങ്ങനെയുള്ളൊരു ജോലിയാണ് അദ്ദേഹം ചെയ്തത്. ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കീറിയ വലകൾ നന്നാക്കാൻ തുടങ്ങി. ബട്ട് ദ മണി ഹി ഗോട്ട് വാസ് നോട്ട് ഇനഫ്. എന്നാൽ അയാൾക്ക് ലഭിച്ച പണം ഒന്നിനും തികയുന്നില്ല. നോട്ട് ഇനഫ്, ഒന്നിനും അദ്ദേഹത്തിന് ഈ ഫിഷിംഗ് നെറ്റ്സിൻ്റെ റിപ്പയറിൽ കിട്ടുന്ന പണം അദ്ദേഹത്തിന് ഒന്നിനും തികയുന്നില്ല. They had to pay for the medicines, food, school fees and rent for the house. Here they even had to buy water. അവർ കഴിക്കുന്ന മെഡിസിൻസ്, അതുപോലെ സ്കൂൾ ഫീസ്, വീടിൻ്റെ റെൻ്റ് ഉണ്ടല്ലോ, വാടക, അതുപോലെ അവർ വെള്ളം പോലും ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിനും അദ്ദേഹത്തിന് ക്യാഷ് തികയുന്നില്ല. മെഡിസിൻസ്, ഫുഡ്, സ്കൂൾ ഫീ, വീടിൻ്റെ റെൻറ്റ്, വാട്ടറൊക്കെ വാങ്ങുന്നതുകൊണ്ട് ക്യാഷ് തികയുന്നില്ല. യങ് സിദ്ധ്യ ആൾസോ ഹാഡ് ടു വർക്ക് ഇൻ ദി നിയർ ബൈ ഫിഷ് ഫാക്ടറി ടു ഏൺ സം മണി. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സിദ്ധ്യ, യങ് ആയിട്ടുള്ള സിദ്ധ്യ എന്ത് ചെയ്തു, അങ്ങനെ ഈ ക്യാഷ് തികയാത്തതുകൊണ്ട് അടുത്തുള്ള ഒരു ഫിഷ് ഫാക്ടറിയിൽ ജോലിക്ക് പോയി പണം സമ്പാദിക്കാൻ വേണ്ടി പോവേണ്ടി വന്നു. ഫ്രം 4 o'clock till 7 o'clock in the morning. ഈവനിങ് 4 മണി മുതൽ രാവിലെ 9 മണി വരെ ആയിരുന്നു അവൻ ആ ഫിഷിംഗ് ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ട് ഇരുന്നത്. ഹി ക്ലീൻഡ് ആൻഡ് സോർട്ടഡ് ദ ബിഗ് ആൻഡ് സ്മോൾ ഫിഷ്. അവന് വലിയതും ചെറിയതുമായ ഫിഷൊക്കെ ക്ലീൻ ചെയ്തു. Then he would come home, take a nap and go to school in the afternoon. അങ്ങനെ അവൻ എന്ത് ചെയ്തു, വീട്ടിലൊക്കെ വന്നതിന് ശേഷം ഒരു നാപ്പൊക്കെ എടുത്ത് ഉച്ചക്ക് സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഉച്ചയ്ക്കാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. ഇൻ ദി ഈവനിങ് ഹി വുഡ് വാണ്ടർ അബൌട്ട് ദ വെജിറ്റബിൾ മാർക്കറ്റ്.
പിന്നീട് അവൻ എന്ത് ചെയ്യും, വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം വെജിറ്റബിൾ മാർക്കറ്റിൽ ഇങ്ങനെ കുറച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടക്കും, വെറുതെ നടക്കും. ഹി വുഡ് ഹെൽപ്പ് സം മാം സാഹിബ് ലേഡി to carry her bags or go to the railway station to pick up empty bottles and newspapers to sell to the കബാഡ്വാല ജങ്ക് സെല്ലർ. അതുപോലെ അവൻ എന്താ ചെയ്തിരുന്നേ, ചില മേം സാഹിബുകൾ ഉണ്ടാവില്ലേ, ലേഡി പെണ്ണുങ്ങളായിട്ടുള്ള മേം സാഹിബിനെയൊക്കെ അവർ സഹായിക്കും. അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ മേം സാഹിബിനൊക്കെ അവരുടെ ബാഗ് ക്യാരി ചെയ്യാനും അവരെ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അവൻ സഹായിക്കും. അതുപോലെ എന്ത് ചെയ്തു, ബോട്ടിൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ടു സെൽ ടു ദ കബാദിവാല. അതേപോലെ ഈ കാലിയായിട്ടുള്ള വേസ്റ്റായിട്ടുള്ള കുപ്പികളും പാത്രങ്ങളൊക്കെ പെറുക്കി കബാഡി വല്ലേക്ക്, അതായത് ജങ്ക് വിൽപ്പനക്കാരൻ, നമ്മൾ ഈ വേസ്റ്റ് പഴയ സാധനങ്ങളൊക്കെ വിൽക്കൂലേ, അങ്ങനത്തെ ആളുകൾക്ക് കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ വിൽക്കാൻ അവൻ റെയിൽവേ സ്റ്റേഷനിൽ പോവും. സം ഹൗ ദേ വർ മാനേജിങ് ദെയർ ലൈഫ് ഇൻ ദി സിറ്റി. എങ്ങനെയോ അവരെന്ത് ചെയ്യുക, അവരുടെ സിറ്റിയിലെ ജീവിതം ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ട് പോവുകയാണ്. ഫാദർ ജത്രബായും അദ്ദേഹത്തിൻ്റെ സണ്ണും സിദ്ധയും കൂടെ പല ജോലികളും ചെയ്ത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് സിറ്റി ലൈഫ്. ഇറ്റ് വാസ് നൈറ്റ് ബട്ട് സിദ്ധ ഹാഡ് നോട്ട് കം ഹോം. അങ്ങനെ എന്ത് ചെയ്തു, പക്ഷെ രാത്രിയായിട്ടും സിദ്ധ വീട്ടിൽ വന്നില്ല. ജിംലി വാസ് വാച്ചിങ് എ ഡാൻസ് ഓൺ ടി വി. ജിംലി എന്ത് ചെയ്യാണ്, വിൻഡോയിലൂടെ ത്രൂ ദ നൈബേഴ്സ് വിൻഡോ, അയൽവാസിയുടെ വീട്ടിൽ ഉള്ള ടി വിയിൽ ഇവിടുത്തെ വിൻഡോയിലൂടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ജിംലി. ബട്ട് ജത്ര ഡിഡ് നോട്ട് ലൈക്ക് വാച്ചിങ് ടി വി. പക്ഷെ ജത്രയ്ക്ക് എന്തില്ല, ടി വി കാണുന്നത് ജത്രയ്ക്ക് അത്ര ഇഷ്ടമായില്ല. ഹെർ എവ്രിതിങ് വാസ് സോ ഡിഫറെൻറ്റ്. അവിടെ എന്ത് ചെയ്തു, ഇവിടെ എല്ലാം അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ് അവിടെ മുഴുവനായിട്ടും ഉള്ളത്. ദ ഡേ വുഡ് പാസ് റണ്ണിങ് അറൗണ്ട് ദ വർക്ക് ബട്ട് ദ ഈവനിങ് ബ്രോഡ് ബാക്ക് ഓൾഡ് മെമ്മറീസ്. ദിവസവും ജോലിക്കിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസവും ഓരോ ജോലിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളും. ബട്ട് ദ ഈവനിങ്, പക്ഷെ ഓരോ വൈകുന്നേരങ്ങളും ബ്രോഡ് ബാക്ക് ഓൾഡ് മെമ്മറീസ്. ഈവനിങ് ആവുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് തിരികെ പോവുകയും അത് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ പിക്ചറിൽ നോക്കുക, സിദ്ധ ചെയ്യുന്ന ജോലികളാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് അവൻ ഫിഷ് ഫാക്ടറിയിൽ പോവും, ദെൻ മോർണിംഗ് വന്ന് ആഫ്റ്റർനൂൺ അവൻ സ്കൂളിൽ പോവും, ദെൻ അവൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ പെറുക്കുന്നതും ഇതുപോലെ മേം സാഹിബ് ലേഡിയെ സഹായിക്കുന്നൊക്കെ പിക്ചേഴ്സാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ തിങ്ക് ആൻഡ് ടെൽ, ചിന്തിച്ചിട്ട് പറയാം. ഫസ്റ്റ്, ജത്ര ഫെൽറ്റ് അലോൺ even in a crowd of people. Have you ever felt like this? ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ജത്രയ്ക്ക് ഒറ്റപ്പെടൽ തോന്നി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു സിറ്റിയിലൊക്കെ എത്തി ഒരുപാട് ആളുകൾക്കിടയിൽ ഈ ഒരൊറ്റപ്പെടൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇമാജിൻ ഹൗ ഇറ്റ് ഫീൽസ് ടു ലീവ് വൺസ് ഓൺ പ്ലേസ് ആൻഡ് ഗോ ഫാർ അവേ ടു ലിവ് ഇൻ എ ന്യൂ പ്ലേസ്. ഒരാൾ തൻ്റെ നമ്മൾ താമസിക്കുന്ന നമ്മളെ സ്വന്തം സ്ഥലം വിട്ട് ദൂര സ്ഥലത്തേക്ക് പോവുകയാണ്. അത് എങ്ങനെയായിരിക്കുമെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഒരുപാട് വർഷം താമസിച്ച സ്ഥലം വിട്ട് ദൂര സ്ഥലത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. ഈ പുതിയ സ്ഥലത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടാണോ? ഓഫ് കോഴ്സ് അല്ലേ. ആ ഒരു സ്ഥലമായിട്ട് പരിചയപ്പെട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് വരെ നമുക്ക് അവിടെ ജീവിക്കുക എന്നുള്ളത് ഒരു തികച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. തേർഡ്, വൈ ഡു യു തിങ്ക് ഫാമിലീസ് ലൈക്ക് ദാറ്റ് ഓഫ് ജത്രിയാസ് ആർ കമ്മിങ് ടു ബിഗ് സിറ്റീസ്? ജത്രിയെ പോലുള്ള ഒരു സാധാരണക്കാരായ ഫാമിലി സിറ്റിയിൽ വന്ന് താമസിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്ര വലിയ സിറ്റിയിൽ, മുംബൈ പോലുള്ള സിറ്റിയിലൊക്കെ ജത്രയുടേത് പോലുള്ള ഫാമിലീസ്
വരുന്നു എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ വരുന്നത്? അപ്പോൾ അവർക്ക് എന്താണ്, അവരുടെയൊക്കെ ലൈഫിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ, ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ എത്തുന്നത്. ഫോർത്ത്, ഹാവ് യു സീൻ എനി ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ ഓർ നെയ്ബർഹുഡ് ഹു ആൾസോ ഗോട്ട് ടു വർക്ക്? നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നൈബർ അടുത്തൊക്കെ ആയിട്ട് ജോലിക്ക് പോകുന്ന സ്കൂളിലെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ ഫിഫ്ത്ത്, വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഡു ദേ ഡു? വാട്ട് ഡു ദേ ഹാവ് ടു വർക്ക്? അവർ ഏത് തരം, ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഏത് തരം ജോലിയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവർ ജോലി ചെയ്യേണ്ടി വന്നത്? അപ്പോൾ അവർ ജോലി ചെയ്യേണ്ടി വന്നത് തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട്, ആൾക്ക് ഫാമിലിയിലുള്ള എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് കൊണ്ടായിരിക്കും അവരങ്ങനെ ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുള്ളത്. ഇനി ജത്രയുടെ റിമെമ്പറിങ് ഓൾഡ് ഡേയ്സ്, അവർ ആദ്യ കാലങ്ങൾ ആലോചിക്കുകയാണ്, പഴയ കാല ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. ജത്രിയ വാസ് ബോൺ ഇൻ ഖേദി വില്ലേജ് ഇൻ ദി മിഡിൽ ഓഫ് തിക് ഗ്രീൻ ജംഗിൾസ് ആൻഡ് ഹിൽസ്. നല്ല ജംഗിൾസ്, കാടുകളും കുന്നുകളൊക്കെ തിങ്ങി നിറക്കുന്ന നല്ല ഗ്രീൻ, പച്ച നിറത്തിലുള്ള നല്ല നല്ല എന്താ പറയുക, പച്ചപ്പ് നിറഞ്ഞ ഖേഡി വില്ലേജിലാണ് ജത്രിയ ജനിച്ചത്. ഹിസ് പീപ്പിൾ ഹാഡ് ബീൻ ലിവിങ് ഹർ ഫോർ മെനി ഇയേഴ്സ് ഈവൻ ബിഫോർ ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ബോൺ. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ജനിക്കുന്നതിന് മുമ്പേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ആളുകൾ ഈ ഖേദി വില്ലേജിൽ താമസിക്കുന്നുണ്ട്. ദർ വാസ് പീസ് ഇൻ ജത്രിയാസ് വില്ലേജ് ബട്ട് നോട്ട് സൈലൻസ്. ജത്രിയയുടെ വില്ലേജിൽ എന്താ, എപ്പോഴും പീസ്, സമാധാനം ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് സൈലൻസ്. പക്ഷേ ഒരു സമയത്തും സൈലൻസ്, നിശബ്ദത ഉണ്ടായിരുന്നില്ല. നല്ല സമാധാനം ഉണ്ടായിരുന്നെങ്കിലും നിശബ്ദത ഇല്ലാതെ അത്രയും നല്ലൊരു ലൈഫായിരുന്നു ഖേഡി വില്ലേജിൽ ഉണ്ടായിരുന്നത്. There were so many soothing sounds. അവിടെ എന്തുണ്ട്, വളരെ ശാന്തമായിട്ടുള്ള ശബ്ദങ്ങൾ, സൂത്തിങ് സൗണ്ട്, നല്ല ശാന്തമായിട്ടുള്ള ശബ്ദങ്ങൾ അവിടെ കേൾക്കാറുണ്ടായിരുന്നു. ദ ഗർഗിൾ ഓഫ് ഫ്ലോയിങ് റിവർ, ഒഴുകുന്ന റിവറിൻ്റെ ഗർജനം. ഗർഗിൾ ഓഫ് ദി ഫ്ലോയിങ് റിവർ, ഒഴുകുന്ന റിവറിൻ്റെ ശബ്ദം, ഗർജനം. അതുപോലെ ദ മർമർ ഓഫ് ട്രീസ് ആൻഡ് ദ ചിപ്പിംഗ് ഓഫ് ബേർഡ്സ്, മരങ്ങളുടെ മർമർ ചെയ്യുക, പിറുപിറുക്കൽ, അതേപോലെ പക്ഷികളുടെ ചിരി, അങ്ങനത്തെ നല്ല നല്ല ശബ്ദങ്ങൾ അവിടെ കേൾക്കാറുണ്ടായിരുന്നു. പീപ്പിൾ ഡിഡ് ഫാമിങ്, ആളുകൾ കൃഷി ചെയ്തു. ഖേഡി വില്ലേജിനെ കുറിച്ചാണ് പറയുന്നത്. ആളുകൾ കൃഷി ചെയ്തു. ദേ വുഡ് ഗോ ടു ദ നിയർ ബൈ ഫോറസ്റ്റ്, അവരവിടെ അടുത്തുള്ള ഫോറസ്റ്റിൽ പോയിട്ട് ചാറ്റിംഗ് ആൻഡ് സിംഗിങ് ടുഗദർ, അവർ ചാറ്റിംഗ് ചെയ്യുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തു. ടു കളക്ട് വൈൽഡ് ഫ്രൂട്ട്സ്, അവർ കാട്ടുപഴങ്ങൾ, അതുപോലെ റൂട്ട്സ് ആൻഡ് ഡ്രൈഡ് വുഡ്, വേരുകൾ, ഉണങ്ങിയ മരം എന്നിവ എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. അവരെന്തൊക്കെയാണ് കളക്ട് ചെയ്ത്, വൈൽഡ് ഫ്രൂട്ട്, കാട്ടുപഴങ്ങൾ, റൂട്ട്സ് ആൻഡ് ഡ്രൈഡ് വുഡ് എന്നിവ കളക്ട് ചെയ്തു. വൈൽ വർക്കിംഗ് വിത്ത് ദ എൽഡേഴ്സ് ചിൽഡ്രൻ ആൾസോ ലേൺ മെനി തിങ്സ്. ഈ മുതിർന്നവരുടെ കൂടെ കുട്ടികളും പോയിട്ട് അവിടെ നിന്ന് പല കാര്യങ്ങളും കുട്ടികളും പഠിച്ചിരുന്നു. ടു ഡാൻസ് ടുഗദർ, അവരെന്ത് ചെയ്യും, ഒരുമിച്ച് ഡാൻസ് ചെയ്യുക. അതേപോലെ ടു പ്ലേ ഫ്ലൂട്ട് ആൻഡ് ധോൽ, മുളൻ്റെ ഫ്ലൂട്ടും അതേപോലെ പുല്ലാങ്കുഴലൊക്കെ വെച്ചിട്ട് പാട്ട് പാടുക. അതേപോലെ ധോല് കളിക്കുക. ടു മേക്ക് പോട്ട്സ് ആൻഡ് ക്ലേ ആൻഡ് ബാംബു, അതുപോലെ പോട്ടുകൾ നിർമ്മിക്കുക. ക്ലേ ആൻഡ് ബാംബു ഒക്കെ വെച്ചിട്ട് പല രൂപങ്ങൾ നിർമ്മിക്കുക. ടു റെക്കഗ്നൈസ് ബേർഡ്സ് ആൻഡ് ഇമിറ്റേറ്റ് ദ സൗണ്ട്, അതുപോലെ അവരെന്ത് ചെയ്തിരുന്നു,
ബേഡ്സിൻ്റെ ഏതാണോ സൗണ്ട് ഉണ്ടാക്കുന്ന ബേഡ്സ് ഏതാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ബേഡിൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുക. അതേപോലെ ആ സൗണ്ട് അനുകരിക്കുകയൊക്കെ അവിടെയുള്ള ഖേഡിയിലെ വില്ലേജിലെ കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പീപ്പിൾ കളക്റ്റഡ് തിങ്സ് ഫ്രം ദ ഫോറസ്റ്റ് ഫോർ ദെയർ യൂസ്. കാട്ടിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ആളുകൾ കളക്ട് ചെയ്തു. സം ഓഫ് those they would sell in the town across the river. അവയിൽ ചിലത് അവർ കളക്ട് ചെയ്തതിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് അവയിൽ ചിലത് നദി ക്രോസ് ചെയ്ത് പോയി സിറ്റിയിൽ പോയി അവർ വിൽക്കുകയും ചെയ്തു. വിത്ത് ദാറ്റ് മണി ദേ വുഡ് ബൈ സാൾട്ട്, ഓയിൽ, റൈസ് ആൻഡ് സം ക്ലോത്ത്സ്. ഇങ്ങനെ ലഭിക്കുന്ന ക്യാഷ് കൊണ്ട് അവർ ഉപ്പ്, അതുപോലെ എണ്ണ, അരി, ഡ്രസ്സ് എന്നിവയൊക്കെ വാങ്ങാനാണ് ആഗ്രഹിച്ചത്. ഇറ്റ് വാസ് എ വില്ലേജ് ബട്ട് പീപ്പിൾ ഹെർ ലിവ്ഡ് ടുഗദർ ലൈക്ക് എ ബിഗ് ഫാമിലി. ഇതൊരു വില്ലേജ് ആയിരുന്നു, ഒരു ഗ്രാമമായിരുന്നു. ബട്ട് അവിടുത്തെ ആളുകൾ എന്താ, ഒരു വലിയ കുടുംബം പോലെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ജത്രിയ സിസ്റ്റർ വാസ് മാരീഡ് ഇൻ ദി സെയിം വില്ലേജ്. ജത്രിയയുടെ സിസ്റ്ററിനെയും ഇതേ സെയിം വില്ലേജിലേക്ക് തന്നെയാണ് വിവാഹം ചെയ്ത് അയച്ചിട്ടുള്ളത്. പീപ്പിൾ ഹെൽപ്ഡ് ഈച്ച് അതർ. ഇവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു, പരസ്പരം സഹായിച്ചു. ഇൻ ഗുഡ് ആൻഡ് ബാഡ് സമയം, നല്ല സമയത്തും ചീത്ത സമയത്തും ആയിട്ട്. അതായത് ഇപ്പോൾ ഒരു ഫാമിലിക്ക് നല്ല സമയമാണെങ്കിൽ മറ്റു ഫാമിലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ പരസ്പരം നല്ല ചീത്ത ഓരോ സമയത്തും അവർ പരസ്പരം സഹായിച്ചു. ദ എൽഡേഴ്സ് വുഡ് അറേഞ്ച് വെഡ്ഡിങ്സ് ആൻഡ് സെറ്റിൽ ക്വാറൽസ്. അവിടുത്തെ മുതിർന്ന ആളുകൾ എന്ത് ചെയ്തു, അറേഞ്ച് വെഡ്ഡിങ്, കല്യാണങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഉറപ്പിക്കൂലേ, അതൊക്കെ ചെയ്തിരുന്ന അവിടുത്തെ മുതിർന്ന ആളുകളായിരുന്നു. ആൻഡ് സെറ്റിൽ കോർസ്, അതുപോലെ അവർക്ക് ഇടയിൽ എന്തെങ്കിലും വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുകയൊക്കെ ചെയ്തത് അവർക്കിടയിലുള്ള എൽഡേഴ്സ്, മുതിർന്ന ആളുകളായിരുന്നു. ജത്രിയ വാസ് നൗ എ സ്ട്രോങ് യങ് മാൻ. ജത്രി ഇപ്പോൾ എന്താണ്, ശക്തനായിട്ടുള്ളൊരു യങ് മാൻ, ഒരു ചെറുപ്പക്കാരനായിരുന്നു. He worked hard in the field and caught fish from the big river. അയാൾ നദിയിൽ നിന്ന് മീൻ പിടിക്കുകയും വയലിൽ ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. He and his friends would go to the forest to collect fruits, roots and plants for medicines and fish from the river to sell in the town. അവനും അവൻ്റെ ഫ്രണ്ട്സ്, അതായത് ജത്രിയും അവൻ്റെ ഫ്രണ്ട്സും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞല്ലോ. കാട്ടിൽ പോയിട്ട് എന്താ, പഴങ്ങൾ ശേഖരിക്കുകയൊക്കെ, പഴങ്ങൾ, ഫ്രൂട്ട്സ്, അതുപോലെ റൂട്ട്, പ്ലാന്റ്സ് ഫോർ മെഡിസിൻ, നമ്മളെ ഓരോ മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ ചെടികളുണ്ടല്ലോ, അതൊക്കെ കളക്ട് ചെയ്യാൻ ശേഖരിക്കേണ്ടിയിരുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യും, ടൗണിൽ കൊണ്ടുപോയി വിൽക്കും. ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ടൈം, അവിടുത്തെ ഫെസ്റ്റിവൽ സമയങ്ങളിൽ ജത്രിയ വുഡ് ഡാൻസ് ആൻഡ് പ്ലേ ദ ഡ്രം. ജത്രിയ ഡാൻസ് ചെയ്യുകയും ഡ്രം വായിക്കുകയൊക്കെ ചെയ്തു. വിത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് ഹിസ് ഏജ്. ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ ഏജിലുള്ളൊക്കെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ കൂടെ ഡ്രം വായിക്കുകയും ഡാൻസ് ചെയ്യുകയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൽ. First question. In Khedi village, what all did children learn? ഖേഡി വില്ലേജിലുള്ള കുട്ടികൾ എല്ലാം പഠിച്ചത് എന്താണ്? അവനെന്താണ്, ആളുകൾക്കിടയിലുള്ള ആ ഒരു സ്നേഹം, അതുപോലെ ആ ഹാപ്പി, അതുപോലെ ആ നാച്ചുറായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളാണ് അവർ പഠിച്ചിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു ലേൺ ഫ്രം യുവർ എൽഡേഴ്സ്? നിങ്ങളെ മുതിർന്നവരിൽ നിന്ന് എന്താണ് പഠിച്ചിട്ടുള്ളത്, പഠിക്കുന്നത് എന്താണ്? ജത്രിയ ലേൺഡ് സോ മെനി തിങ്സ് ഇൻ ഖേദി. ഖേഡിയിൽ നിന്ന് ജത്രിയ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഹൗ മെനി ഓഫ് ദോസ് വുഡ് ബി യൂസ്ഫുൾ ഫോർ ഹിം ഇൻ മുംബൈ? അവയൊക്കെ മുംബൈയിൽ അദ്ദേഹത്തിന് ഉപയോഗപ്രദമാകുമോ? നോ, നെവർ അല്ലേ. കാരണം ഖേദി വില്ലേജിലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മുംബൈ സിറ്റിയിൽ അദ്ദേഹത്തിന് യൂസ്ഫുൾ ആവില്ല. Do you hear the sounds of birds every day? Which ones?
എല്ലാ ദിവസവും ബേർഡ്സിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഏത് ബേർഡിൻ്റെ? ക്യാൻ യു ഇമിറ്റേറ്റ് ദ സൗണ്ട് ഓഫ് എനി ബേർഡ്? ഷോ ഹൗ. ഏതെങ്കിലും ഒരു ബേർഡിൻ്റെ ശബ്ദം നിങ്ങൾക്ക് അനുകരിക്കാൻ കഴിയുമോ? എങ്കിൽ അതെങ്ങനെയാണെന്ന് കാണിക്കുക. Then next, what are some of the sounds that you hear every day but the people of Kethi may not be hearing? നിങ്ങൾ ദിവസവും കേൾക്കുന്ന ചില ശബ്ദങ്ങൾ കേടിയിലെ ആളുകൾ കേൾക്കുന്നില്ലേ? നോ, നെവർ. കാരണം എന്താ, നമ്മൾ ഒരുപാട് വെഹിക്കിളിനൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കേടിയിലുള്ള ആളുകൾ കേൾക്കുന്നതായിട്ട് നമ്മളവിടെ പറയുന്നില്ല. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് സൈലൻസ് വെൻ ആൻഡ് വേർ? നിങ്ങൾ സൈലൻസ് അനുഭവിച്ചിട്ടുണ്ടോ? എപ്പോൾ, എവിടെ? നമ്മൾ പൊതുവേ സൈലൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാറ് ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, അക്രോസ് ദ റിവർ. നദിക്ക് കുറുകെ. ഇപ്പോൾ ഈ കേതി വില്ലേജിൽ നിന്ന് അവരെങ്ങനെ മുംബൈയിലേക്ക് എത്തി എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അക്രോസ് ദ റിവർ. വൺ ഡേ ദ പീപ്പിൾ ഓഫ് കേതി ഹിയർഡ് ദാറ്റ് എ ബിഗ് ഡാം വാസ് ടു ബി ബിൽഡ് ഓൺ ദി റിവർ. ഒരു ദിവസം രാവിലെ കേതിയിലുള്ള ആളുകൾ എന്ത് കേട്ടു? നദിയിൽ വലിയ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതായിട്ട് കേട്ടു. ഫോർ ദിസ്, ഇത് നിർമ്മിക്കുന്ന എന്താ? എ ബിഗ് വാൾ വുഡ് ബി ബിൽഡ് ടു സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് ദി റിവർ. നദിയുടെ ഒഴുക്ക് നിർത്താൻ ഈ ഒരു വലിയ മതിലിന്, ഈ ഒരു ഡാമിന് സാധിക്കും. കേതി ആൻഡ് മെനി നിയർ ബൈ വില്ലേജസ് ഇൻ ദാറ്റ് ഏരിയ വുഡ് ബി ഡ്രൗൺഡ് അണ്ടർ വാട്ടർ. അങ്ങനെ ഈ ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിലൂടെ കേതിയും അവിടെയുള്ള മറ്റു വില്ലേജസൊക്കെ എന്ത് ചെയ്യും? വെള്ളത്തിനടിയിലായി പോവും. The people would have to leave their villages and their lands on which their forefathers had lived for centuries. അവിടുത്തെ ആളുകളുടെ എന്താ, അവരുടെ മുതിർന്നവരൊക്കെ ആയിട്ട് നൂറ്റാണ്ടുകളായിട്ട് ആ ഒരു വില്ലേജിൽ തന്നെ താമസിച്ചവരൊക്കെ അവിടം വിട്ട് പോവേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് ഈ ഒരു ഡാം നിർമ്മിച്ചതോടു കൂടി അവിടെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അവർക്ക് അവിടെ നിന്ന് വിട്ട് പോവേണ്ടതായിട്ട് വന്നു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഗവൺമെൻറ് ഓഫീഷ്യൽസ് അലോങ് വിത്ത് ദ പോലീസ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദിസ് വില്ലേജസ്. പോലീസിൻ്റെ കൂടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഈ ഒരു വില്ലേജ് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. സം ചിൽഡ്രൻ വുഡ് റൺ ആഫ്റ്റർ ദം. അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്തു? സ്മോൾ ചിൽഡ്രൻ ഓഫ് ദി വില്ലേജ് സോ ദ പോലീസ് ഓഫ് ഫോർ ദി ഫസ്റ്റ് ടൈം. അവിടുത്തെ കുട്ടികൾ ആദ്യമായിട്ട് പോലീസിനെ കണ്ടു. സം ചിൽഡ്രൻ വുഡ് റൺ ആഫ്റ്റർ ദം. ചില കുട്ടികൾ എന്ത് ചെയ്തു? അവരുടെ പിന്നാലെ ഓടുകയൊക്കെ ചെയ്തു. കാരണം ആദ്യമായിട്ട് പോലീസിനെ കണ്ടു, അപ്പോൾ അവരുടെ പിന്നാലെ ഓടി. ആൻഡ് സം വുഡ് ഗെറ്റ് സ്കെയർഡ് ആൻഡ് സ്റ്റാർട്ട് ക്രൈയിങ്. ചില കുട്ടികൾ ഭയന്ന് പോയിട്ട് കരയുകയും ചെയ്തു. ദ ഒഫീഷ്യൽസ് മെഷേർഡ് ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് ദി റിവർ. ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? നദിയുടെ വീതിയും നീളവും അളന്നു. ദ ഫീൽഡ്, വയലുകൾ, ഫോറസ്റ്റുകൾ ആൻഡ് ഹൗസസ്, വനങ്ങൾ, വീടുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരവിടെ അളന്നു. ദ കോൾഡ് മീറ്റിംഗ് വിത്ത് ദ എൽഡേഴ്സ് ഓഫ് ദി വില്ലേജ്. അവർ അവിടുത്തെ വില്ലേജിലെ മുതിർന്നവരെ കാണണമെന്ന് പറഞ്ഞിട്ട് അവരായിട്ട് എന്ത് ചെയ്തു? ഒരു മീറ്റിംഗ്, ഒരു കൂടിക്കാഴ്ച നടത്തി. They said, അവർ എന്താ പറഞ്ഞത്? വില്ലേജസ് ഓൺ ദി ബാങ്ക് ഓഫ് ദി റിവർ വുഡ് ഹാവ് ടു ബി റിമൂവ്ഡ്. ഈ നദീതീരത്തുള്ള വില്ലേജ് ഞങ്ങൾ എന്ത് ചെയ്യാണ്? നീക്കം ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണ്. പീപ്പിൾ ഹാവിംഗ് ലാൻഡ് അറ്റ് കേതി വിൽ ബി ഗിവൺ ലാൻഡ് ഫാർ അവേ ഓൺ ദി അതർ സൈഡ് ഓഫ് ദി റിവർ. ഈ കേതിയിൽ, അതായത് കേതിയിലെ ഭാഗമുള്ള റിവറാണല്ലോ തീരാണല്ലോ അവർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേതിയിൽ സ്വന്തമായി ലാൻഡ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? റിവറിൻ്റെ മറുവശത്ത് ഒരു ദൂരസ്ഥലത്ത് അവർക്ക് സ്ഥലം നൽകും.
ദേ വിൽ ഹാവ് എവറിത്തിങ് ദർ. അവിടെ എല്ലാ കാര്യങ്ങളും അവർക്കായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. സ്കൂൾ, ഇലക്ട്രിസിറ്റി, ഹോസ്പിറ്റൽസ്, ബസ്, ട്രെയിൻ എക്സെട്ര. അപ്പോൾ അവർ ഈ ബണ്ട് കെട്ടുമ്പോൾ ഈ കേടിയുള്ള വില്ലേജിലുള്ള ആളുകൾ അവിടുന്ന് ഒഴിവാക്കി വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. They will have all that they could not even dream of her in Kedi. ഈ കേടിയിൽ ഉള്ളതൊന്നും ഈ കേടിയിലൊന്നും സ്വപ്നം പോലും കാണുന്നില്ല. അത്രയുള്ള കാര്യങ്ങൾ അവർക്ക് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ജത്രിയാസ് പാരൻസ് ആൻഡ് മോസ്റ്റ് എൽഡേഴ്സ് വെർ നോട്ട് ഹാപ്പി അബൌട്ട് ലിവിങ് ദർ വില്ലേജ്. ജത്രിയയുടെ പാരൻസും അതുപോലെ മറ്റു മുതിർന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും ഈ ഒരു കേടി വില്ലേജ് വിട്ടു പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ലിസണിങ് ടു ഓൾ ദിസ് ജത്രിയ വുഡ് ഗെറ്റ് എ ലിറ്റിൽ സ്കയേർഡ്. ഇതൊക്കെ കണ്ടും കേട്ട ശേഷം ജത്രിയക്ക് എന്ത് ചെയ്തു? ഉള്ളിലൊരു ഭയം തോന്നി. ബട്ട് ആൾസോ ഫീൽ എക്സൈറ്റഡ്. പക്ഷേ അതെന്താണ്, ഇത് മാത്രമല്ല, അവൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസൊക്കെ കിട്ടുമെന്ന് കേട്ടപ്പോൾ ഒരു ആവേശവും തോന്നി. He would think that after getting married, വിവാഹശേഷം he would take his bride to the new house in the new village. വിവാഹത്തിൻ്റെ ശേഷം എങ്ങനെ വധുവിനായിട്ട് ഈ പുതിയ ഗ്രാമത്തിലെ വീട്ടിലേക്ക് പോകും എന്നതിനെക്കുറിച്ചൊക്കെ ജത്രിയ ചിന്തിക്കാൻ തുടങ്ങി. A house where he could just press a button for the light and turn on a ടാപ്പ് ഫോർ വാട്ടർ. ആ പുതിയ വില്ലേജിലെ വീട്ടിലെന്താണ്, വീട്ടിൽ ലൈറ്റ് ഇടാനൊരു ബട്ടൺ, അതേപോലെ വെള്ളത്തിന് അമർത്തി കൊടുത്താൽ ഓണാവുന്ന ടാപ്പ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ അവന് ജത്രിയ സ്വപ്നം കാണാൻ തുടങ്ങി. ഹി കുഡ് ഗോ ബൈ ബസ് ടു സീ ദ സിറ്റി. അങ്ങനെ സിറ്റി കാണാൻ എന്ത് ചെയ്യാം, നമുക്ക് ബസ്സിലൊക്കെ പോകാം. കാരണം കേടിയിലുള്ള ആളുകൾക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ലൈഫ് ആയതുകൊണ്ട് അവരതിനെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്. അവിടുത്തെ ഓരോ വെള്ളത്തിന് വേണ്ടി അമർത്തിയാലോ ടാപ്പ് ഓൺ ആവും, ലൈറ്റിന് ബട്ടൺ ഉണ്ട്, സിറ്റി കാണാൻ ബസ്സിൽ പോകാം. അതുപോലെ വെൻ ഹി വുഡ് ഹാവ് ചിൽഡ്രൻ, കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ എന്താ, ഹി കുഡ് സെൻഡ് ദം ടു സ്കൂൾ. അതുപോലെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാം. ദേ വിൽ നോട്ട് ബി ലൈക്ക് ഹിം ഹു ഹാഡ് നെവർ ബീൻ ടു സ്കൂൾ. ഞങ്ങളൊന്നും സ്കൂളിലേക്ക് പോവാത്ത പോലെ അല്ല, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനൊക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ഡ്രീമാണ് ജത്രിയ അവിടെ കാണുന്നത്. ഡിസ്കസ് ആൻഡ് ടെൽ. Many people in Jatriya's village did not agree to move away from their land and forest. Why? They had to leave even though they didn't want to. Why? ജത്രിയയുടെ വില്ലേജിലെ പല ആളുകളും എന്ത് ചെയ്തു, അവരുടെ ആ വില്ലേജിൽ നിന്നും മാറാൻ സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? കാരണം അവർ ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ജീവിച്ച് വരുന്നവരായതുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് ഒരു പറിച്ചു നടലുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവരവിടുന്ന് പോവാൻ സമ്മതിക്കാത്തത്. ദേ ഹാഡ് ടു ലീവ് ഈവൻ ദോ ദേ ഡിഡ്ന്റ് വാണ്ട് ടു. വൈ? അവർ ആഗ്രഹിച്ചില്ലെങ്കിലും പോവേണ്ടി വന്നു. എന്തുകൊണ്ട്? കാരണം അത് ഗവൺമെൻറ്റിൻ്റെ റൂളാണ്. അവരുടെ ഒരു ബണ്ട് വരുമ്പോൾ അവിടുന്ന് മാറൽ നിർബന്ധമായതുകൊണ്ടാണ് അവർക്ക് അവിടുന്ന് പോവേണ്ടി വന്നത്. സെക്കൻഡ്, ഇൻ കേദി ഹൗ മെനി പീപ്പിൾ വേർ ഇൻ ദി ജത്രിയാസ് ഫാമിലി വെൻ ഹി തോട്ട് അബൌട്ട് ഹിസ് ഫാമിലി ഹു ഓൾ കെയിം ടു ഹിസ് മൈൻഡ്. കേദിയിൽ ജത്രിയയുടെ ഫാമിലിയിൽ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്? വെൻ ഹി തോട്ട് അബൌട്ട് ഹിസ് ഫാമിലി ഹു ഓൾ കെയിം ടു ദിസ് മൈൻഡ്. എല്ലാവരും ഒരു കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹു ഓൾ കം ടു യുവർ മൈൻഡ് വെൻ യു തിങ്ക് അബൌട്ട് യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരെയാണ് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ഹാവ് യു ഹിയർഡ് ഓഫ് പീപ്പിൾ ഹു ഡോണ്ട് വാണ്ട് ടു ബി മൂവ്ഡ് ഫ്രം ദെയർ ഓൾഡ് പ്ലേസ്, ടോക്ക് അബൌട്ട് ദം. പഴയ സ്ഥലം മാറാൻ ആഗ്രഹിക്കാത്ത ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? കാരണം കൂടുതൽ മുതിർന്ന ആളുകൾ എന്ത് ചെയ്യില്ല, പഴയ സ്ഥലം വിട്ടു മാറാൻ ആഗ്രഹിക്കില്ല. ലാസ്റ്റ്, ഡു യു നോ സം
people who have never been to school, do you also know of any place where there is no school? ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ലാത്തവരെ കുറിച്ച് അറിയുമോ? അവരെക്കുറിച്ച് എന്തൊക്കെ അറിയാമെന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യാനാ. തിങ്ക് ഓഫ് ദി കൈൻഡ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ് പീപ്പിൾ ഹാവ് ടു ഫേസ് ദർ എ ഡാം ഈസ് ബീങ് ബിൽട്ട്. ഒരു ഡാം നിർമ്മിക്കുമ്പോൾ ആളുകൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക. എന്തൊക്കെ നേരിടുമെന്ന് നമ്മളിപ്പോൾ കേരളയിലെ വില്ലേജിലുള്ള ആളുകളെ കുറിച്ച് ശരിക്കും പറഞ്ഞു. കാരണം അവർക്ക് അവിടെ അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡ്രോ എ പിക്ചർ ഓഫ് കേതി വില്ലേജ് ആൻഡ് എ പിക്ചർ ഓഫ് ജത്രിയാസ് ഡ്രീം വില്ലേജ്. കേതി വില്ലേജിൻ്റെയും അതേപോലെ ജത്രിയയുടെ പുതിയ സ്വപ്നത്തിലുള്ള വില്ലേജ് ഉണ്ടല്ലോ അതിൻ്റെയും ചിത്രം വരയ്ക്കുക. ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. ആൾസോ ലുക്ക് അറ്റ് ദ പിക്ചർ യുവർ ഫ്രണ്ട്സ് ഹാവ് ഡ്രോൺ. നിങ്ങളെ ഫ്രണ്ട്സ് വരച്ച ചിത്രങ്ങളും നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കേതി വില്ലേജിൻ്റെ പിക്ചറും ജത്രിയയുടെ ഡ്രീമിലുള്ള വില്ലേജിൻ്റെ പിക്ചറും വരയ്ക്കുക. ഇനി അവരെന്ത് ചെയ്തു? എ ന്യൂ പ്ലേസ്, പുതിയ പ്ലേസിലേക്ക് എത്തി. ഇറ്റ് വാസ് എ സമ്മർ ആഫ്റ്റർനൂൺ. വേനൽക്കാലത്തെ ഒരു ഉച്ച സമയം ആയിരുന്നു. ജത്രിയ വാസ് ഫീലിംഗ് ഫെയിൻറ്റ് ഇൻ ദി ഹോട്ട് സൺ ആൻഡ് വിൻഡ്. ചൂടിൽ സൂര്യനും കാറ്റൊക്കെ ആയിട്ട് നല്ല ജത്രയ്ക്ക് ഭയങ്കര തോന്നി, ക്ഷീണം തോന്നി. ഹിസ് ഫീറ്റ് were burning on the coal tar of the പക്ക റോഡ്. അവൻ്റെ കാലുകൾ പക്കയുടെ ഈ റോഡിലുണ്ടല്ലോ, കൊയൽ റോഡ്, നല്ല കൽക്കരി റോഡിൽ നല്ല ചൂടായി. There wasn't a single tree of offers some shade. കുറച്ച് നിഴൽ നൽകാൻ പോലും ഒരു മരം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എ ഫ്യൂ ഹൗസസ് ആൻഡ് ഷോപ്സ്. വളരെ കുറച്ച് വീടുകളും കടകളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജത്രിയ വാസ് ഓൺ ഹിസ് വേ ഹോം ആഫ്റ്റർ ബൈയിങ് മെഡിസിൻസ്. ജത്രിയ എന്തായിരുന്നു? മരുന്നുകൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ജത്രിയ മരുന്നുകൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഹി ഹാഡ് ആൻ ഓൾഡ് ടയർ ഓൺ ഹിസ് ബാക്ക്. അദ്ദേഹത്തിൻ്റെ പുറകിൽ എന്തുണ്ട്? ഒരു പഴയ ടയർ ഉണ്ടായിരുന്നു. ദിസ് ഡേയ്സ് ഹി ഹാഡ് ടു ലൈറ്റ് ഹിസ് സ്റ്റൗ വിത്ത് ജസ്റ്റ് ദസ് റബ്ബർ പീസസ് ഓഫ് ഓൾഡ് ടയേഴ്സ്. പഴയ ടയറുകൾ, റബ്ബർ കഷ്ണങ്ങൾ ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്തു? ജത്രിയ പഴയ ടയറുകളുടെ റബ്ബർ ഉപയോഗിച്ചിട്ട് അവൻ സ്റ്റൗ കത്തിക്കാൻ തുടങ്ങി. ദിസ് കോട്ട് ഫയർ ഫാസ്റ്റ് ആൻഡ് ആൾസോ സേവ്ഡ് സം ഫയർവുഡ്. അപ്പോൾ ഈ ടയർ എന്തിനാണ് കൊണ്ടുവന്നത്? ഈ ടയർ വെച്ച് കത്തിക്കുമ്പോൾ സ്റ്റൗ പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ടാണ് ടയർ കൊണ്ടുവന്നത്. ദിസ് കോട്ട് ഫയർ ഫാസ്റ്റ്. ഇവ വേഗത്തിൽ തീ പിടിക്കുകയും ആൻഡ് ആൾസോ സേവ്ഡ് സം ഫയർവുഡ്, കുറച്ച് വിറക് സംരക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ടയർ വെക്കുമ്പോൾ വേഗം തീ പിടിക്കുകയും വിറക് സംരക്ഷിക്കുകയൊക്കെ ചെയ്തു. ബട്ട് ദ സ്മോക്ക് ആൻഡ് സ്മെൽ ഓഫ് ബേണിംഗ് ടയേഴ്സ് വെർ ടെറിബിൾ. പക്ഷേ ഈ കത്തുന്ന ടയറിൻ്റെ പുകയും മണയും ഒക്കെ എന്തായിരുന്നു? മണവും ഭയങ്കരമായിരുന്നു. ഇത് ഭയങ്കര സ്മെല്ലായിരുന്നു ഈ ടയർ കത്തുന്നത്. ടയർ കൊണ്ടുപോകുന്ന പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇൻ ദിസ് ന്യൂ സിന്ധുരി വില്ലേജ് ദേ ഹാഡ് ടു പേ മണി ഫോർ എവറിത്തിങ്. സിന്ധുരി വില്ലേജിൽ അവർക്ക് എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും പണം ആവശ്യമാണ്. മെഡിസിൻസ്, ഫുഡ്, വെജിറ്റബിൾസ്, ഫയർവുഡ്, വിറക്, ഫോഡർ ആൻഡ് ഫോർ ദി എനിമൽസിനുള്ള തീറ്റ, എന്ത് വാങ്ങണമെങ്കിലും അവർക്ക് പണം ആവശ്യമാണ്. ദേ കുഡ് ജസ്റ്റ് നോട്ട് അഫോർഡ് ടു ബൈ കെറോസിൻ. അവർക്ക് മണ്ണെണ്ണ വാങ്ങാൻ പോലും ക്യാഷ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഫ്രം വേർ ടു ഗെറ്റ് ദ മണി ഫോർ ഓൾ ദിസ്. ഇതിനൊക്കെ കൂടെ ഞങ്ങൾ എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്ന ഒരു കൺഫ്യൂഷനിലായിരുന്നു ജത്രഭായ്. തിങ്കിങ് ഓഫ് ഓൾ ദിസ് ജത്രിയ റീച്ച്ഡ് ഹോം. ഇതൊക്കെ ആലോചിച്ച് ജത്രിയ എന്ത് ചെയ്തു? വീട്ടിൽ തിരിച്ചെത്തി. ദ റൂഫ് മെയ്ഡ്
of a tin sheet made the house hot like an oven. അപ്പോൾ അവരുടെ വീടിൻ്റെ റൂഫ് എങ്ങനെയാണ്? മെയ്ഡ് ഓഫ് എ ടിൻ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച റൂഫുള്ള വീട്ടിൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഒരു ഓവൻ പോലെ, അടുപ്പ് പോലെ ഭയങ്കര ചൂട് വീടിന് തോന്നി. ജത്രിയസ് വൈഫ് ഹാഡ് ഹൈ ഫീവർ. ആ സമയത്ത് ജത്രിയയുടെ വൈഫിന് എന്താ, ഭയങ്കര പനിയായിരുന്നു. ഹിസ് ഡോട്ടർ ജിംലി വാസ് റോക്കിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിദ്ധ്യ ടു സ്ലീപ്പ് ഇൻ ഹെർ ലാപ്പ്. അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ജിംലി ഇളയ മകനായിട്ടുള്ള സിദ്ധ്യയെ മടിയിൽ വെച്ച് ഉറക്കുകയായിരുന്നു. ആഫ്റ്റർ ഓൾ, എല്ലാത്തിനും ശേഷം, ദർ വാസ് നോ അതർ ഓൾഡർ പേഴ്സൺ വിത്ത് ദം. ഒരു മുതിർന്ന ഒരു ആൾ പോലും അവിടെ ആ ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ കേതി വില്ലേജിലായിരുന്നപ്പോൾ പരസ്പരം സഹായിക്കാനുള്ള പോലെ ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. Jethria's parents had been so sad about leaving Khedi that they had died before he moved her. ജത്രിയയുടെ പാരൻസ് എന്താണ്, ഖേദിയിൽ നിന്ന് അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ സങ്കടപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. ഇൻ സിന്ദൂരി there were only 8 families he could call his own, those from his old village. സിന്ദൂരി വില്ലേജിൽ, അവരുടെ പഴയ വില്ലേജിൽ നിന്ന് വന്ന് അവരുടെ ഫാമിലി എന്ന് പറയാൻ 8-10 ഫാമിലീസ് മാത്രമേ അവരുടെ സിന്ദൂരി വില്ലേജിൽ ഉണ്ടായിരുന്നുള്ളൂ. The whole village had got scattered and people had gone wherever they had been given land. മറ്റുള്ള ആളുകളൊക്കെ അവർക്ക് ലഭിച്ച ഭൂമി എവിടെയാണോ അവിടേക്ക് പോവുകയാണ് ചെയ്തത്. This was not like the new village Jethria had dreamed about. അവർക്ക് ലഭിച്ച പുതിയ വില്ലേജ് ജത്രിയ സ്വപ്നം കണ്ടതുപോലെ ഒരു വില്ലേജ് ആയിരുന്നില്ല. ദർ വാസ് ഇലക്ട്രിസിറ്റി. അവിടെ എന്തുണ്ട്? ഇലക്ട്രിസിറ്റി ഉണ്ട്. ബട്ട് ഓൺലി ഫോർ സം ഇൻ എ ഡേ. പക്ഷെ ഒരു ദിവസത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഇലക്ട്രിസിറ്റി ലഭിച്ചിരുന്നുള്ളൂ. ആൻഡ് ദെൻ ദ ഇലക്ട്രിസിറ്റി ബിൽ ഹാഡ് ഓൾസോ ടു ബി പെയ്ഡ്. പക്ഷെ എന്താണ്, എല്ലാ മാസവും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടതായി വന്നു. ദർ വർ ടാപ്സ്. അവിടെ എന്തുണ്ട്? ടാപ്പുകളുണ്ട്. ബട്ട് നോ വാട്ടർ. പക്ഷെ ടാപ്പുകളിലൊന്നും വെള്ളം കിട്ടിയിരുന്നില്ല. ഇൻ ദിസ് വില്ലേജ് ജത്രിയ ഗോട്ട് ജസ്റ്റ് 1 room ഇൻ എ ടിൻ ഷെഡ്. ഈ വില്ലേജിൽ ജത്രിയയുടെ വീടിന്, ആ ടിൻ ഷെഡിലുള്ള ആ വീടിന് ഒരു റൂം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇറ്റ് ഹാഡ് നോ പ്ലേസ് ടു കീപ് ദ എനിമൽസിനെ സംരക്ഷിക്കാൻ പോലും ആ വീട്ടിലൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഹി ആൾസോ ഗോട്ട് എ സ്മോൾ പീസ് ഓഫ് ലാൻഡ്. അവർക്ക് എന്തായിരുന്നു, അതിൻ്റെ കൂടെ ഒരു ചെറിയ ഭൂമിയാണ് അവർക്ക് കിട്ടിയിരുന്നത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഗുഡ് ഫോർ ഫാമിംഗ്. പക്ഷേ കിട്ടിയ ഭൂമി എന്താണ്, കൃഷിക്ക് അനുയോജ്യമായത് ആയിരുന്നില്ല. ഇറ്റ് വാസ് ഫുൾ ഓഫ് റോക്സ് ആൻഡ് സ്റ്റോൺസ്. പാറകളും അതുപോലെ സ്റ്റോൺസ്, കല്ലുകളൊക്കെ നിറഞ്ഞതായിരുന്നു കിട്ടിയ ഭൂമി. സ്റ്റിൽ ജത്രിയ ആൻഡ് ഹിസ് ഫാമിലി വർക്ക്ഡ് വെരി ഹാർഡ്. ജത്രിയയും അവൻ്റെ ഫാമിലിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ബട്ട് ദേ കുഡ് നോട്ട് ഗ്രോ മച്ച് ഓൺ ദി ഫീൽഡ്. പക്ഷെ അവർക്ക് അവരുടെ ഫീൽഡിൽ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആൻഡ് കുഡ് നോട്ട് മേക്ക് ഇനഫ് മണി ഈവൻ ടു ബൈ സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളോ വളങ്ങളോ വാങ്ങാനുള്ള ക്യാഷ് പോലും അവർക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നില്ല. ഇൻ കേതി പീപ്പിൾ ഡിഡ് നോട്ട് ഫാൾ സിക്ക് ഓഫൺ. കേതിയിലായിരുന്നപ്പോൾ ആളുകൾ അസുഖം വന്നപ്പോൾ, ഇഫ് സം വൺ ഫെൽ ഇൽ ദർ വെർ മെനി പീപ്പിൾ ഹു നോ ഹൗ ടു ട്രീറ്റ് ദം വിത്ത് മെഡിസിൻസ് മെയ്ഡ് ഫ്രം പ്ലാന്റ്സ്. കേതിയിലായിരുന്നപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിക്കുകയാണെങ്കിൽ ആ അസുഖത്തിന് ഏത് മെഡിസിനാണോ വേണ്ടത് അത് ആളുകൾ എന്ത് ചെയ്യും, ആ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് ഉപയോഗിക്കുക, ട്രീറ്റ്മെൻറ്റ് സ്വയം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പീപ്പിൾ ഫെൽറ്റ് ബെറ്റർ ആഫ്റ്റർ ടേക്കിംഗ് ദോസ് മെഡിസിൻസ്. അവർക്ക് ഏറ്റവും ആ ഒരു മെഡിസിൻസ് അവർക്ക് ഭയങ്കര ബെറ്ററായി തോന്നുകയും ചെയ്തു. ഹെർ ഇൻ സിന്ദൂരി. സിന്ദൂരിയിൽ ദർ വാസ് എ ഹോസ്പിറ്റൽ ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ ഡോക്ടർ. ഇപ്പോൾ സിന്ദൂരിയിലായപ്പോൾ ഈ പ്ലാന്റോ മെഡിസിൻസോ ഒന്നുമില്ല. ഇപ്പോൾ സിന്ദൂരിയിലായപ്പോൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകണം. അതെന്നെ ഭയങ്കര പ്രയാസമാണ്. ചെല്ലുമ്പോൾ ഡോക്ടറൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ആൻഡ് ദർ വേർ നോ മെഡിസിൻസ്. പക്ഷെ പോയാൽ ഡോക്ടറെ കണ്ടാൽ തന്നെ എന്താണ്, അവിടെ മെഡിസിൻസും അവൈലബിളായി ലഭിക്കുന്നില്ല.
അപ്പോൾ അവർക്ക് ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ മെഡിസിൻസ് ഒന്നും അവൈലബിൾ ആവുന്നില്ല. ദെൻ ദർ വാസ് എ സ്കൂൾ ഹിയർ. അവിടെ എന്തുണ്ട്? ഒരു സ്കൂളുണ്ട്. ബട്ട് ദ ടീച്ചർ ഡിഡ് നോട്ട് കെയർ മച്ച് അബൌട്ട് ദ ചിൽഡ്രൻ ഫ്രം ഖേദി വില്ലേജ്. ഖേദി വില്ലേജിൽ കുട്ടികളെ കെയർ ചെയ്യുന്ന പോലെ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചർ എന്ത് ചെയ്യുന്നില്ല? കുട്ടികളെ കെയർ ചെയ്യുന്നില്ല. ദിസ് ചിൽഡ്രൻ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ഇൻ എ ന്യൂ ലാംഗ്വേജ്. അതുപോലെ തന്നെ അവർ ഖേദി വില്ലേജിൽ നിന്ന് പുതിയൊരു വില്ലേജിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഒരു പുതിയ ലാംഗ്വേജിൽ പഠിക്കാനും കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദ പീപ്പിൾ ഓഫ് സിന്ദ്രി ഡിഡ് നോട്ട് വെൽക്കം ദ ന്യൂ കമേഴ്സ് ഫ്രം ഖേദി. അതുപോലെ സിന്ദ്രി വില്ലേജിലുള്ള ആളുകൾ എന്താണ്? പുതുതായി വന്ന ഖേദി വില്ലേജിൽ നിന്ന് ന്യൂ കമേഴ്സ് ആയിട്ട് വന്ന ആളുകളെ സ്വീകരിക്കാനോ അവരെ ഉൾക്കൊള്ളാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. ദേ ഫൗണ്ട് ദെയർ ലാംഗ്വേജ് ആൻഡ് വേ ഓഫ് ലിവിങ് സ്ട്രേഞ്ച്. അവരുടെ ലാംഗ്വേജിലും ജീവിതത്തിലൊക്കെ ഒരു അപരിചിതരോടെന്ന പോലെ, ഒരു സ്ട്രേഞ്ച് എന്ന പോലെയാണ് പെരുമാറിയത്. ദേ മെയ്ഡ് ഫൺ ഓഫ് ദി ഖേദി പീപ്പിൾ ബൈ കോളിംഗ് ദം അൺവാണ്ടഡ് ഗസ്റ്റ്. നോട്ട് മച്ച് ഓഫ് വാട്ട് ഹി ഹാഡ് ഡ്രീംഡ് ഹാഡ് കം ട്രൂ. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ഖേദി വില്ലേജിലുള്ള ആളുകളെ ഒരു തമാശ എന്ന രൂപത്തിൽ അൺവാണ്ടഡ് ഗസ്റ്റ്, അതായത് ആവശ്യമില്ലാത്ത വിരുന്നുകാർ എന്ന രൂപത്തിൽ അവിടുത്തെ സിന്ദ്രി വില്ലേജിലുള്ള ആളുകൾ ഖേദി വില്ലേജിലുള്ള ആളുകളെ ഇങ്ങനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. നോട്ട് മച്ച് ഓഫ് വാട്ട് ഹി ഹാഡ് ഡ്രീംഡ് ഹാഡ് കം ട്രൂ. അപ്പോൾ ഛത്രിയുടെ ഒരു ഡ്രീമും, കാരണം ഒരു വില്ലേജിനെ കുറിച്ച് ഒരു മാറി ഖേദി വില്ലേജിൽ നിന്ന് ന്യൂ വില്ലേജിലേക്ക് എത്തുമ്പോഴുള്ള ഒരുപാട് ഡ്രീം ഉണ്ടായിരുന്നല്ലോ, അതൊന്നും അവിടെ സക്സസ് ആയിട്ടില്ല. റൈറ്റ്. വാസ് സിന്ദ്രി ലൈക്ക് ദ വില്ലേജ് ഓഫ് ജത്രിയാസ് ഡ്രീം? സിന്ദ്രി വില്ലേജ് ജത്രിയാസ് ഡ്രീമിനെ പോലെ ആയിരുന്നോ? നെവർ, അല്ലേ? ഒരിക്കലും. കാരണം സിന്ദ്രി വില്ലേജിലുള്ള പോലുള്ള ഒരു ലൈഫായിരുന്നില്ല ജത്രി അവിടെ സ്വപ്നം കണ്ടിരുന്നത്. അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ദെൻ സെക്കൻഡ്, വാട്ട് ഡിഫറൻസ് ഡിഡ് ഹി ഫൈൻഡ് ബിറ്റ്വീൻ സിന്ദ്രി ആൻഡ് ഹിസ് ഡ്രീം വില്ലേജ്? സിന്ദ്രി വില്ലേജും അദ്ദേഹത്തിൻ്റെ ഡ്രീം വില്ലേജും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിൻ്റെ ഡ്രീം വില്ലേജിൽ സ്വിച്ച് ഇട്ടാൽ കറണ്ട് അവൈലബിൾ ആയിരുന്നു, ടാപ്പ് അമർത്തിയാൽ വാട്ടർ അവൈലബിൾ ആയിരുന്നു, കുട്ടിക്ക് എഡ്യൂക്കേഷൻ അവൈലബിൾ ആയിരുന്നു. പക്ഷെ അതൊന്നും അത്ര ഈസി ആയിട്ട് സിന്ദ്രി വില്ലേജിൽ അവൈലബിൾ ആയിരുന്നില്ല. ദെൻ തേർഡ്, ഹാവ് യു എവർ ബീൻ ടു എനി വൺ ഹൗസ് ആസ് ആൻ അൺവാണ്ടഡ് ഗസ്റ്റ്? ഹൗ ഡിഡ് യു ഫീൽ? നിങ്ങൾ ആരെങ്കിലും എന്താണ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അൺവാണ്ടഡ് ഗസ്റ്റ്, ആവശ്യമില്ലാത്തൊരു വിരുന്നുകാരെന്ന രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യും? നമുക്കത് ഭയങ്കര സാഡായിട്ടുണ്ടല്ലേ, നമുക്കൊരു വിഷമം തോന്നും. ദെൻ ഫോർത്ത്, വാട്ട് ഓൾ ഡസ് യുവർ ഫാമിലി ഡു വെൻ യു ഹാവ് ഗസ്റ്റ് അറ്റ് ഹോം ഫോർ എ ഫ്യൂ ഡേയ്സ്? നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും എന്താണ് ഗസ്റ്റായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കുറച്ച് ദിവസം നിൽക്കാൻ വന്നാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നമുക്കൊരുപാട് സന്തോഷം, നമ്മളവരെ ട്രീറ്റ് ചെയ്യല്ലേ ചെയ്യാറ്. നെക്സ്റ്റ്, സം ഇയേഴ്സ് ലേറ്റർ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ജത്രിയ സ്റ്റേഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഇൻ സിന്ദ്രി. ജത്രി എന്ത് ചെയ്തു? കുറച്ച് വർഷങ്ങൾ സിന്ദ്രിയിൽ കഴിഞ്ഞു. ദ ചിൽഡ്രൻ വെർ ആൾസോ ഗെറ്റിംഗ് ഓൾഡർ. കുട്ടികളൊക്കെ എന്ത് ചെയ്തു? കുറച്ച് വലുതായി. ബട്ട് ജത്രിയാസ് ഹാർട്ട് വാസ് നോട്ട് ഹിയർ ഇൻ സിന്ദ്രി. പക്ഷെ ഇപ്പോഴും ജത്രിയുടെ ഹാർട്ട് എന്തായിരുന്നില്ല? മനസ്സ് സിന്ദ്രിയിൽ ആയിരുന്നില്ല. ഹി സ്റ്റിൽ മിസ്ഡ് ഹിസ് ഓൾഡ് ഖേദി. അദ്ദേഹത്തിൻ്റെ പഴയ ഖേദിയെക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നും. ബട്ട് ദർ വാസ് നോ ഖേദി നോ. പക്ഷെ അവിടെ ഇന്ന് ഖേദി ഇല്ല. ദർ വാസ് എ ബിഗ് ഡാം ആൻഡ് എ ബിഗ് ലേക്ക് ഓഫ് കളക്ട് വാട്ടർ ഇൻ ആൻഡ് അറൗണ്ട് ഖേദി. ഖേദിക്ക് ചുറ്റും എന്താണ്? വെള്ളം ശേഖരിച്ചു വെക്കുന്ന ലേക്കും വലിയ തടാകവും അതുപോലെ വലിയ ഡാമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ജത്രിയ ചിന്തിച്ചു, ഇഫ് വി ആർ ടു ബി കോൾഡ് അൺവാണ്ടഡ് ഗസ്റ്റ്, ഇവർ ഞങ്ങളെ വിളിക്കുന്നത് ആവശ്യമില്ലാത്ത വിരുന്നുകാരെന്നാണ്. ദെൻ അറ്റ് ലീസ്റ്റ് ലെറ്റ് അസ് ഗോ ടു സം പ്ലേസ് വേർ അവർ ഡ്രീംസ് ക്യാൻ കം ട്രൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വിളിക്കുന്ന ഈ സിന്ദ്രി വില്ലേജിൽ നിന്നും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിക്കുക പറയില്ലേ, യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയാലോ എന്ന്
ചിന്തിക്കുകയാണ്. ജത്രിയ സോൾഡ് ഹിസ് ലാൻഡ് ആൻഡ് ഹിസ് എനിമൽസ് കെയിം ടു മുംബൈ. അദ്ദേഹം എന്ത് ചെയ്തു? ജത്രിയ അദ്ദേഹത്തിൻ്റെ ഭൂമിയും എനിമൽസിനെയും ഒക്കെ പിടിച്ച് അദ്ദേഹം മുംബൈയിലേക്ക് പോയി. ഹെർ ഹി സ്റ്റാർട്ടഡ് എ ന്യൂ ലൈഫ് വിത്ത് ഹിസ് ഫാമിലി. അവിടെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടൊരു പുതിയ ജീവിതമൊക്കെ അദ്ദേഹം ആരംഭിച്ചു. ഹിസ് ഓൺലി ഡ്രീം വാസ് ടു സെൻഡ് ഹിസ് ചിൽഡ്രൻ ടു സ്കൂൾ. അവിടെ അദ്ദേഹത്തിന് ആകെ ഒരു സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക. ടു ഗിവ് ദം എ ബെറ്റർ ഫ്യൂച്ചർ. അതിലൂടെ മക്കൾക്ക് എന്ത് ചെയ്യുക? ഒരു ബെറ്റർ ഫ്യൂച്ചർ, എ ബെറ്റർ ലൈഫ് ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീം. ഹെർ ടു തിങ്സ് വേർ നോട്ട് ഈസി. പക്ഷെ അത് അവിടെ അത്ര ഈസി ആയിരുന്നില്ല. ബട്ട് ഹി ഹോപ്പ്ഡ് ദാറ്റ് തിങ്സ് വുഡ് ഗെറ്റ് ബെറ്റർ. പക്ഷെ എല്ലാ കാര്യങ്ങളും ശരിയായി വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജത്രിയ സ്റ്റാർട്ടഡ് സേവിങ് മണി ടു റിപ്പയർ ഹിസ് വൺസ് റൂം ഷേക്ക്. ജത്രി എന്ത് ചെയ്തു? പണം ശേഖരിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു റൂമുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് കുറച്ചും കൂടി വലുതാക്കാൻ ശ്രമിച്ചു. ഹിസ് റിലേറ്റീവ്സ് വുഡ് ടെൽ ഹിം. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സ് അദ്ദേഹത്തോട് പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് മണി ഓൺ ദിസ്. ഇതിനു വേണ്ടി പണം കളയല്ലേ എന്ന് പറഞ്ഞു. ഹു നോസ് വി മേ ഹാവ് ടു മൂവ് ഫ്രം ഹെർ ടു. നമ്മൾ ഇവിടെ നിന്നും പോവുമെന്നാണ് പറഞ്ഞത്. ഇൻ മുംബൈ ദർ ഈസ് നോ പ്ലേസ് ടു സ്റ്റേ ഫോർ ഔട്ട്സൈഡേഴ്സ് ലൈക്ക് അസ്. മുംബൈയിൽ എന്താണ്, പുറത്ത് നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ജത്രിയ വാസ് സ്കയേർഡ് ആൻഡ് വറീഡ് ഹി തോട്ട്. ജത്രിയ ആകെ സ്കയേർഡ് വറീഡായിട്ട് ചിന്തിച്ചു. വി ലെഫ്റ്റ് കേതി ഫോർ സിന്ധുരി. നമ്മൾ കേതിയിൽ നിന്ന് സിന്ധുരിയിലേക്ക് പോയി. വി ദെൻ ലെഫ്റ്റ് സിന്ധുരി ഫോർ മുംബൈ. ദെൻ അവിടുന്ന് സിന്ധുരിയിൽ നിന്നും മുംബൈയിലേക്കും. ഇഫ് വി ഹാവ് ടു മൂവ് ഫ്രം ഹെർ ടു. അവിടെ 2 സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു. ദെൻ വെർ ക്യാൻ വി ഗോ. ഇനി ഞങ്ങൾ എവിടേക്ക് പോകും? ഇൻ ദിസ് ബിഗ് സിറ്റി. ഈ വലിയ സിറ്റിയിൽ. ഈസ് ദർ നോട്ട് ഈവൻ എ സ്മോൾ പ്ലേസ് ഫോർ മൈ ഫാമിലി ടു സ്റ്റേ. ഇവിടെ കുറച്ച് സ്ഥലമെങ്കിലും ഞങ്ങളെ ഫാമിലിക്ക് താമസിക്കാൻ ലഭിക്കൂലേ എന്നൊരു വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ചിന്തിക്കുക. വാട്ട് ഹെഡ് ജത്രബായ് തോട്ട് വൈൽ മൂവിങ് ടു മുംബൈ. എന്തുകൊണ്ടാണ് ജത്രബായ് മുംബൈയിലേക്ക് മൂവ് ചെയ്യാൻ കരുതിയത്? ഡിഡ് ഹി ഫൈൻഡ് മുംബൈ ആസ് ഹി ഹാഡ് ഇമാജിൻഡ്. അദ്ദേഹം ഇമാജിൻ ചെയ്തതുപോലെ ആയിരുന്നോ മുംബൈ? അദ്ദേഹം മുംബൈയിലേക്ക് പോകാൻ ശ്രമിച്ചത് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇമാജിൻ ചെയ്തതുപോലെ ആയിരുന്നില്ല മുംബൈ ഉണ്ടായിരുന്നത്. വാട്ട് കൈൻഡ് ഓഫ് സ്കൂൾ ഡു യു തിങ്ക് ജത്രിയാസ് ചിൽഡ്രൻ വുഡ് ബി ഗോയിങ് ടു മുംബൈ. ഏത് തരത്തിലുള്ള സ്കൂളിലാണ് ജത്രിയയുടെ കുട്ടികൾ പോകുന്നതായിട്ട് നിങ്ങൾ കരുതുന്നത്? നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. ഫൈൻഡ് ചെയ്ത് എഴുതാം. ഡു യു നോ ഓഫ് എനി ഫാമിലി ദാറ്റ് ഹാസ് കം ടു യുവർ ടൗൺ ഓഫ് ഹാവിങ് മൂവ്ഡ് ഔട്ട് ഓഫ് ദെയർ പ്ലേസ്. ടോക്ക് ടു ദം ആൻഡ് ഫൈൻഡ് ഔട്ട്. നിങ്ങളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് അടുത്ത് എന്താണ്, വേറൊരു ടൗണിൽ നിന്ന് വന്ന് താമസിച്ച ആളുകൾ താമസിക്കുന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്ന് താമസിക്കുന്നുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുക? ഫ്രം വേർ ഹാവ് ദേ കം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? വൈ ഡിഡ് ദേ ഹാവ് ടു കം ഹെർ. അവിടെ നിന്ന് വരാനുള്ള കാരണം. ദെൻ സെക്കൻഡ്, വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഡിഡ് ദേ ലിവ് ഇൻ ദർ. എങ്ങനെയുണ്ട് ഈ ഒരു പ്ലേസിൽ നിങ്ങളുടെ ജീവിതം? ഹൗ ഡു ദേ ഫൈൻഡ് ദിസ് ന്യൂ പ്ലേസ് കമ്പയർഡ് ടു ദ ഓൾഡ് വൺ. ഓൾഡ് വണ്ണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്ലേസിൽ തോന്നുന്നത്? തേർഡ്, ഈസ് ദർ ലാംഗ്വേജ് ആൻഡ് വേ ഓഫ് ലിവിങ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി പീപ്പിൾ ഹെർ ഇൻ വാട്ട് വേസ്. അവിടുത്തെ ജീവിതവും ഇവിടുത്തെ ജീവിതവും അല്ലെങ്കിൽ അവിടുത്തെ ലാംഗ്വേജും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എന്തൊക്കെയാണ്? Then learn some words from their language and return them in your notebook. അവരുടെ ലാംഗ്വേജിലെ കുറച്ച് വേർഡ്സ് പഠിച്ചിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. നെക്സ്റ്റ്, ഡു ദേ നോ ഹൗ ടു മേക്ക് സം തിങ്സ് ദാറ്റ് യു കനോട്ട് മേക്ക്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് എന്താണ് അവരിൽ നിന്ന്? എന്തൊക്കെ?
Have you ever read or heard of a city slum being removed? How do you feel about this? നിങ്ങളുടെ അടുത്തുള്ള സിറ്റിയിലെ ഒരു സ്ലം, ഒരു ചേരി ഒഴിവാക്കുക എന്ന് പറഞ്ഞു കേട്ടു. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? ആ ഒരു സിറ്റിയിൽ ഉള്ള ആ ഒരു സ്ലമ്മിൽ എന്താണ് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോൾ അവർക്കും ഇതുപോലെ ഈ കേരിയിലെ ആളുകൾക്ക് വന്ന പോലൊരു അവസ്ഥ വരുന്നതിൽ നമ്മൾക്ക് എന്താ ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല. നെക്സ്റ്റ്, പീപ്പിൾ ആൾസോ ഷിഫ്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വെൻ ദേ ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ദർ ജോബ്സ്. ആളുകൾ എന്ത് ചെയ്യുക, ജോബിൽ ട്രാൻസ്ഫർ ഇട്ടിട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഹൗ ഡു ദേ ഫീൽ ദെൻ? അതിലെന്താണ് ഫീൽ ചെയ്യുന്നത്? ചിലപ്പോൾ അവർക്ക് ബെറ്റർ ലൈഫാണ് അവിടെ ലഭിക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഡിബേറ്റ് പറയുന്നുണ്ട്. ഏതാണ്? ദ സിറ്റി പീപ്പിൾ ഡു നോട്ട് ക്രിയേറ്റ് ഗാർബേജ്. സിറ്റിയിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഗാർബേജ് ഉണ്ടാക്കുന്നില്ല. സിറ്റീസ് ആർ ഡേർട്ടി ബിക്കോസ് ഓഫ് ദി സ്ലംസ് ചേരികളുള്ളതുകൊണ്ട് സിറ്റി എപ്പോഴും വൃത്തികേടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡിബേറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ ഡിസ്കസ് ചെയ്തത്? ജത്രിയാസ് ഫാമിലി, ആയിരക്കണക്കിന് ആളുകളാണ് ഇതുപോലെ ബിഗ് സിറ്റിയിൽ ഒരുപാട് കാരണങ്ങളായിട്ടൊക്കെ ജീവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അവർക്കുണ്ടാവുന്ന സിറ്റിയിലുണ്ടാവുന്ന ജീവിതം, അവിടുത്തെ ജീവിതത്തിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അതെങ്ങനെ ഫീൽ ചെയ്യുന്നു ഒരു ബിഗ് സിറ്റിയിൽ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാം പെട്ടെന്ന് ചാപ്റ്റർ എടുത്ത് തീർത്തു എന്ന് വിചാരിക്കരുത്. കാരണം നമുക്ക് എക്സാം ആയതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്ത് തീർത്ത്. ഇതോടുകൂടി നമ്മളെ എക്സാമിലേക്കുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഇനി കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യുക, മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ആൻസേഴ്സ് മാം ഇതിൻ്റെ കൂടെ സെൻഡ് ചെയ്യും. അപ്പോൾ അത് റൈറ്റ് ചെയ്യുക നോട്ട്ബുക്കിൽ. 22nd ചാപ്റ്റർ നമുക്ക് എക്സാമിന് ഇല്ല. ഓക്കെ, ബൈ ഡിയർ ചിൽഡ്രൻ, മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്.